Hi everyone, welcome to Binu's Hindi Learning Class. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താ നമ്മുടെ വേറെ ഒന്നുമല്ല സേയും തക്കും. എന്താണ് സേ, എന്താണ് തക്ക്? ഇത് വെച്ചിട്ട് ഈ രണ്ട് വാക്കുകൾ വെച്ചിട്ട് ഹിന്ദിയിൽ നമുക്കൊരു സെന്റൻസ് സംസാരിക്കാം. അതെന്താ അല്ലേ? വേറെ ഒന്നുമില്ല. സേ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ അർത്ഥമാക്കുന്നത് അവിടെ നിന്നും എന്നൊരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ മുതൽ, അവിടെ മുതൽ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പറഞ്ഞ 90 മുതൽ അല്ലെങ്കിൽ 2000 മുതൽ അങ്ങനെ പറയില്ലേ, 90 സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 മുതൽ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയണം, ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ എങ്ങനെയാ പറഞ്ഞേ, കാശ്മീർ സേ കന്യാകുമാരി തക്ക് എന്ന് പറഞ്ഞൊരു സെന്റൻസ് ആയി. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ. അപ്പൊ തക്കിന്റെ ആൻസർ കിട്ടിയോ? വരെ. മനസ്സിലായോ? അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സേയും തക്കും വെച്ച് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാറ്. അപ്പൊ അവിടെ മുതൽ ഇവിടം വരെ എങ്ങനെ പറയും? വഹാ സേ യഹാ തക്. മനസ്സിലായോ? ഇനി എങ്ങനെ പറയാം? നമ്മൾ പറയാ എവിടെ വരെ പോകണം, അതെങ്ങനെ ചോദിക്കാം? കഹാ തക് ജാനാ ഹെ എന്ന് വെച്ചാൽ തക്ക് വരെ, എവിടെ വരെ, കഹാ തക് ജാനാ ഹെ. മനസ്സിലാവുന്നത്? ഇതാണ് സേയും തക്കും. ഇനി സേ വെച്ചിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇത് എവിടുന്നാ വാങ്ങിയത്? കഹാസേ ലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നും വാങ്ങിയതാ. അല്ലെങ്കിൽ ഉൻസേ ലിയ, അവരിൽ നിന്നും. ഉൻസേ, മനസ്സിലായോ? അതല്ലെങ്കിൽ നമ്മൾ എവിടുന്നാ വന്നേ? ദില്ലീസേ ആയ. മനസ്സിലായോ? അപ്പൊ അതാണ് സേ എന്ന് അർത്ഥാക്കുന്നത്. അപ്പൊ നമുക്ക് തക്കിന്റെ നോക്കിയാലോ. ദില്ലി തക് ജാനെ കെ ലിയെ കിതനെ ദിൻ ലഗേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദില്ലി വരെ പോവാനായിട്ട് എത്ര ദിവസം എടുക്കും? കിത്തനെ ദിൻ, ദില്ലി തക് ജാനെ കെ ലിയെ കിത്തനെ ദിൻ ലഗേഗ. മനസ്സിലായോ? ഇതാണ് അപ്പോൾ സേയും തക്കും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ 60 ഡേയ്സ് സ്പോക്കൺ ഹിന്ദി ചലഞ്ച് സീരീസ് നടക്കുന്നുണ്ട്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അത് മാത്രമല്ല, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.